everyone, welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ലെറിൻ ഡേസിയ ഫിസിക്സ് മാസ്റ്റർ ടീച്ചർ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ +1ന്റെ ഫസ്റ്റ് ഒരു ക്ലാസ്സിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ആണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അടിപൊളി ചാപ്റ്റർ ആണ്, അതിലൊരു സംശയമില്ല. കുറച്ച് നമുക്ക് എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നും തുടക്കത്തിലൊക്കെ, പക്ഷെ ഇറ്റ്സ് ദ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. വൺസ് നമ്മൾ അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ വളരെ ഈസിയാണ്. ആൻഡ് ഓൾസോ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുവിധം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാവുന്ന, അല്ലെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാവുള്ളൂ എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. ആൻഡ് അത്തരത്തിലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ വേറെ സെപ്പറേറ്റ് തന്നെ ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. സോ വൺസ് ആ വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ താഴെ ഞാൻ അതിന്റെ ലിങ്ക് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. സോ അതിനെ കുറിച്ചിട്ടൊന്നും നിങ്ങൾ വറി ചെയ്യേണ്ട. സോ വൺസ് അഗെയിൻ വെൽക്കം ടു വേദാന്തു മലയാളം ചാനൽ. ഇറ്റ്സ് മീ ലെറിൻ ഡേയ്സ്, യുവർ ഫിസിക്സ് മാസ്റ്റർ ടീച്ചർ. സോ മക്കളെ, നമ്മൾ തുടങ്ങാൻ പോവാണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. അപ്പൊ നമുക്ക് ആ പേരിൽ തന്നെ അറിയാം അല്ലെ, ഗ്യാസസ് ആണ് ഇവിടത്തെ ഇന്നത്തെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. സോ നമ്മൾ ഗ്യാസസിന്റെ കുറച്ച് ബിഹേവിയറും അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാൻ പോകുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഐഡിയൽ ഗ്യാസ്. നമുക്കറിയാം എന്താണ് ഐഡിയൽ ഗ്യാസ്. നമ്മൾ ഈ പറഞ്ഞ കുറെ ലോസ് ഒക്കെ ഉണ്ടല്ല, ഈ ലോസ് എല്ലാം ഒബേ ചെയ്യുന്ന ആൾക്കാരുടെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓഫ് കോഴ്സ് ദിസ് ഐഡിയൽ ഗ്യാസ്, ഈ ഒരു ഐഡിയൽ ഗ്യാസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ആ പറയാനുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ എൻറ്റയർ ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കുറച്ച് ലോസ് ഒക്കെ പഠിച്ചിരുന്നു അല്ലെ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബോയിൽസ് ലോ ആയിരുന്നു അല്ലേടാ. ബോയിൽസ് ലോ ആണ് ഫസ്റ്റ് നമ്മൾ പഠിച്ചത്. സോ ഈ ബോയിൽസ് ലോയില് നമ്മൾ എന്താ പറഞ്ഞത്, അവിടെ നമ്മുടെ പ്രഷറും അതുപോലെ തന്നെ വോളിയം തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചത് അല്ലെ. P is proportional to 1/V ആണ് അല്ലെ. പ്രഷർ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ആണ്. ആൻഡ് ആ കേസിൽ എന്താണ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ് അല്ലെ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമ്മൾ പഠിച്ചു PV is equal to a constant value, അല്ലെങ്കിൽ നമുക്ക് എഴുതാം P1 V1 which is equal to P2 V2 എന്നൊക്കെ എഴുതാൻ നമ്മൾ പഠിച്ചിരുന്നു. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ആരും പഠിച്ചു, ചാൾസ് ലോ പഠിച്ചു. ചാൾസ് ലോ എന്താ പറയുന്നത്, യെസ്, വോളിയം എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണൽ ആണ് വെൻ പ്രഷർ ഇസ് കോൺസ്റ്റന്റ് അല്ലെ. പ്രഷർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ വോളിയം എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. ക്ലിയർ ആയില്ലോടാ. സോ V is proportional to temperature. ഇതാണ് നമ്മൾ എന്ത് പഠിച്ചത്, നമ്മുടെ ചാൾസ് ലോയിൽ പഠിച്ചത്. ഇനി അതിനൊക്കെ ശേഷം നമ്മൾ എന്തും കൂടെ പഠിച്ചിരുന്നു, യെസ്, അവോഗാഡ്രോസ് ലോ പഠിച്ചിരുന്നു. അവിടെയാണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് ആണ് ആരൊക്കെ, യെസ്, നമ്മുടെ ടെമ്പറേച്ചർ അല്ലെ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ആൻഡ് അതേപോലെ തന്നെ ആരും കോൺസ്റ്റന്റ് ആണ്, ആ പ്രഷറും കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ കോൺസ്റ്റന്റ് ആയിരിക്കുവാണെന്നുണ്ടെങ്കിൽ ഈക്വൽ വോളിയത്തിൽ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ നമ്പർ ഓഫ് മോൾസ് ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിരുന്നു. സോ ഈ 3 ലോസ് നമുക്കറിയാം. ഈ 3 ലോസ് നമ്മൾ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്തു. കാരണം എന്തുവാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിലേഷൻ മനസ്സിലായി. ബോയിൽസ് ലോ എന്ന് പറയുന്നത് P is proportional to 1/V ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു, പിയും വിയും തമ്മിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തു. അതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഗ്രാഫ് എന്ന് പറയുന്നതാണ് പ്രഷറും വോളിയം കൂടെ നമ്മൾ പ്ലോട്ട് ചെയ്തതാണ്. അപ്പൊ നിങ്ങൾക്ക് NCERT നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫിഗർ കാണാനായിട്ട് പറ്റും. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോടാ, ഇവിടെ ഈ ഡോട്ടഡ് ലൈൻ കാണിക്കുന്നത് എന്താണ്, ഐഡിയൽ ഗ്യാസിന്റെ ബിഹേവിയർ. അതായത് ഒരു ഐഡിയൽ, പെർഫെക്റ്റ്ലി ഐഡിയൽ ആണ്, ഐഡിയൽ ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ബോയിൽസ് ലോ, ചാൾസ് ലോ, അതായത് ഈ പറയുന്ന റിലേറ്റഡ് ആയിട്ടുള്ള ലോസ് എല്ലാം ഒബേ ചെയ്യുന്ന ഗ്യാസസിനെയാണ് നമ്മൾ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഐഡിയൽ ഗ്യാസിനെ കണ്ടെത്താനായിട്ട് പറ്റത്തില്ല കേട്ടോ. അങ്ങനെ ഒരു ഗ്യാസ് സത്യം പറഞ്ഞാൽ നിലനിൽക്കുന്നില്ല. നമുക്കറിയാം ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അയാൾക്ക് എന്തുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഒരു കുറവുണ്ടായിരിക്കും അല്ലെ. നമ്മളെല്ലാവരും പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മൾ ഓരോ കാര്യങ്ങളിലും ബെസ്റ്റ് ആണ്. സോ നമ്മൾ വിളിക്കുന്ന പേരാണ് റിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. ആൻഡ് ബിയോണ്ട് ദാറ്റ് ഒരു തെറ്റ് പോലും ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു കുറവ് പോലും ഇല്ലാത്ത അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഗ്യാസുകളെയാണ് നമ്മൾ ഐഡിയൽ ഗ്യാസ് അല്ലെങ്കിൽ ഐഡിയൽ പേഴ്സൺ നമ്മൾ വിളിക്കില്ല. ഒരു കുറവില്ല, ഇയാളെ നമുക്ക് എന്താക്കാം, യെസ്, മാതൃകാപരമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇയാളെ നമുക്ക് ഇതാക്കാന്ന് പറയത്തില്ല. പക്ഷെ അവിടെയും എന്താണ്, യെസ്, അതൊരു ഐഡിയൽ ഗ്യാസ് ആണ്. പക്ഷേ ഈ ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു ഐഡിയൽ ഗ്യാസ് അല്ലെങ്കിൽ അങ്ങനെ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ നമുക്ക് കണ്ടെത്താൻ പറ്റുമോ, ഇല്ല. ഓക്കെ, ഒരു മേഖലയിൽ നല്ല അടിപൊളി ആയിരുന്നിട്ടുണ്ടെങ്കിലും മറ്റെവിടെയെങ്കിലും അയാൾക്ക് എന്തുണ്ടായിരിക്കും, ഒരു കുറവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. സോ സെയിം സിറ്റുവേഷൻ തന്നെ, ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ്, പക്ഷേ നമുക്കൊരു ഐഡിയൽ ഗ്യാസിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് നമുക്ക് ഇവിടെ നിലനിൽക്കുന്നേ ഇല്ല എന്ന് പറയാനായിട്ട് പറ്റും. 100% നല്ലൊരു മനുഷ്യനെ നമുക്ക് കാണാൻ പറ്റുമോ, ഇല്ല. അത്രയും ചിന്തിച്ചാൽ മതി. അപ്പൊ നമ്മൾ ഈ പറയുന്ന 100% പെർഫെക്റ്റ് അല്ലെന്നാലും കുഴപ്പമില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, റിയൽ ഗ്യാസ് എന്ന് പറയും. സോ അതാണ് റിയൽ ഗ്യാസും അതേപോലെ തന്നെ ഐഡിയൽ ഗ്യാസ് കോൺസെപ്റ്റും. സോ ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ
ഇവിടെ നോക്കിക്കേടാ ടെമ്പറേച്ചർ T1 ടെമ്പറേച്ചർ, T2 ടെമ്പറേച്ചർ, T3 ടെമ്പറേച്ചർ. അപ്പം ഇവിടെ നമ്മൾ ഈ ഡോട്ടഡ് ലൈൻ ഞാൻ പറഞ്ഞല്ലോ ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ ആണ് കാണിക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ടെമ്പറേച്ചർ ഏറ്റവും കൂടുതൽ ഏതിനാണ് T1-നാണ് അല്ലെ. അപ്പം T1-ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിയൽ ഗ്യാസും അതേപോലെ തന്നെ ഐഡിയൽ ഗ്യാസിന്റെയും ലൈൻ ആണ്, ഡോട്ടഡ് ലൈൻ ആണ് നമ്മൾ കണ്ടത് കേട്ടോ. സോ നമുക്ക് മനസ്സിലായി ഇവിടെ ഒരു ചെറിയൊരു ഡീവിയേഷനേ ഉള്ളൂ. ഇനി T2 അതായത് T1-നെക്കാട്ടിലും കുറച്ചും കൂടെ താഴെ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിലോട്ട് വന്നു. ഓക്കെ, ചെറുതായിട്ടൊരു കോൾഡ് ഒക്കെ ഉണ്ട്, സോ അതുകൊണ്ട് ഇടയ്ക്ക് സൗണ്ട് ഒന്ന് പോകും കേട്ടോ. അപ്പൊ ഈ T2 എന്ന് പറയുന്ന ചെറിയൊരു ടെമ്പറേച്ചർ അല്ലെ ചെറിയൊരു ടെമ്പറേച്ചർ T1-നെക്കാട്ടിലും താഴെ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ വന്നപ്പോൾ ഡോട്ടഡ് ലൈൻ ഇവിടെയും അതിന്റെ ഒറിജിനൽ ലൈൻ കിടക്കുന്നത് ഇവിടെയും അല്ലെ. ഇതാണ് ഒറിജിനൽ ലൈന്, ഇതാണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഐഡിയൽ ഗ്യാസിന്റെ ലൈന്. സോ നമുക്ക് മനസ്സിലായി ടെമ്പറേച്ചർ കുറയും തോറും ഇവർ തമ്മിലുള്ള അന്തരം ഭയങ്കര കൂടുതലാണ്. ഇനി T2-നെക്കാട്ടിലും താഴെ ടെമ്പറേച്ചർ വന്നു, T3 എന്ന് പറയുന്ന ടെമ്പറേച്ചറിലോട്ട് വന്നു. അപ്പൊ നോക്കിക്കേടാ T3-ന്റെ ഐഡിയൽ ഗ്യാസിന്റെ ബിഹേവിയർ കിടക്കുന്ന ലൈൻ കണ്ടോ, ഇതാണ് ആ ലൈൻ അല്ലെ. ഇനി ഇവിടെ നോക്കിക്കാൻ അതൊന്നും കൂടെ ഫാർ ആയി അല്ലെ, കുറച്ചും കൂടെ ഡിസ്റ്റൻസ്. അതായത് ഈ പറയുന്ന ഗ്യാസും ഐഡിയൽ ഗ്യാസിന്റെ ലൈനും തമ്മിൽ എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ട്. ക്ലിയർ ആയോടാ? സോ ദിസ് ഇസ് ദ ഫസ്റ്റ് കോൺസെപ്റ്റ്. ടെമ്പറേച്ചർ കുറവാണെന്നുണ്ടെങ്കിൽ അല്ലെ, ടെമ്പറേച്ചർ മാക്സിമം ആണെന്നുണ്ടെങ്കിൽ, ടെമ്പറേച്ചർ ഏറ്റവും ഹൈ ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന റിയൽ ഗ്യാസ് എന്തിനോട് അടുത്ത് കിടക്കും, ഐഡിയൽ ഗ്യാസിന്റെ ബിഹേവിയറുമായിട്ട് അടുത്ത് കിടക്കും. ഓക്കെ അല്ലെ. സോ ദിസ് ഇസ് സിംപ്ലി ബോയിൽസ് ലോ നമുക്ക് കിട്ടിയത്. ഇനി ഇതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ചാൾസ് ലോ അല്ലെ, ചാൾസ് ലോ പറഞ്ഞിരുന്നു. ചാൾസ് ലോ നമ്മൾ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്, യെസ് വി ടി അല്ലെ, യെസ് സോറി വി ബൈ ടി അല്ലെ, വി ബൈ ടി ഇസ് ഈക്വൽ ടു ഇസ് എ കോൺസ്റ്റന്റ്. Okay, V by T is a constant, V for volume and T for temperature. അപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, അഗെയിൻ വിയും ടിയും തമ്മിൽ നമ്മൾ എന്ത് ചെയ്തു, ഗ്രാഫ് വരച്ചു. ഓക്കെ അല്ലെ, ഗ്രാഫ് വരച്ചു. അപ്പൊ നോക്കിക്കേടാ ഇവിടെ പ്രഷർ P1 ഉണ്ട്, P2 ഉണ്ട്, P3 ഉണ്ട്. ഓക്കെ, സോ ഇവിടെ നിന്ന് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, ഇവിടെ PV is equal to mu RT അല്ലെങ്കിൽ nRT നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അതല്ലേ നമ്മുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സോ ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുവാടാ, ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് V by T ആ കിട്ടേണ്ടത്. സോ ഞാൻ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് V by T കണ്ടുപിടിക്കുവാണ്. V by T എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഇവിടുത്തെ P നെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ട് T നെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാണ് കേട്ടോ. സോ ഐ വിൽ ഗെറ്റ് ഇറ്റ് ആസ് V by T which is equal to mu R divided by P. ആൻഡ് നമുക്കറിയാം ചാൾസ് ലോയിൽ എന്ത് കോൺസ്റ്റന്റ് ആ, പ്രഷർ കോൺസ്റ്റന്റ് അല്ലെ, പ്രഷർ കോൺസ്റ്റന്റ് ആണ്, നമ്പർ ഓഫ് മോൾസ് കോൺസ്റ്റന്റ് ആണ്, ആൻഡ് ആർ എന്ന് പറയുന്ന വാല്യൂ എന്താണ്, ഇറ്റ്സ് എ കോൺസ്റ്റന്റ് വാല്യൂ. സോ നമുക്ക് എന്ത് പറയാം, ദിസ് വാല്യൂ V by T എന്ന് പറയുന്നത് എന്താണ്, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണെന്ന് പറയാം. ഓക്കെ അല്ലെ, V is proportional to T and V by T is a constant value. ദിസ് വി നോ അല്ലെ, ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇനി ഇതേപോലെ തന്നെ ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ നമ്മൾ നോക്കുവാണ്, അപ്പോഴും ഇവിടെ എന്തുണ്ട്, അന്തരമുണ്ട്. ഓക്കെ, ഇനി നോക്കിക്കാൻ പ്രഷർ ഏറ്റവും മിനിമം ഉള്ളത് P3-ലാണ്. ഓക്കെ അല്ലെ, ഏറ്റവും മിനിമം ഉള്ളത് P3-ലാണ്, അതിനേക്കാളും കുറച്ചും കൂടെ കൂടുതലാണ് P2-ന്, അതിനേക്കാട്ടിലും കുറച്ചും കൂടെ കൂടുതലാണ് P1-ന്. ഏറ്റവും കൂടുതൽ പ്രഷർ ഉള്ളത് P1 ആണ്. സോ ഇവിടെ നമുക്ക് മനസ്സിലായി ലോ പ്രഷർ ആണെന്നുണ്ടെങ്കിൽ, അതായത് പ്രഷർ കുറവാണെന്നുണ്ടെങ്കിൽ ഐഡിയൽ ഗ്യാസ് കുറച്ചും കൂടെ എന്തുണ്ടാവും, യെസ് അടുത്ത് കിടക്കും. അതായത് ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിനോട് കുറച്ചും കൂടെ ഒരു ഇത് ലോ പ്രഷറിൽ, ഓക്കെ അല്ലെ, ലോ പ്രഷറില് ഐഡിയൽ ഗ്യാസിനോട് അടുത്തിരിക്കും. സോ ഇതിൽ നിന്ന് നമുക്ക് രണ്ട് അസംഷൻ കിട്ടി. അതായത് ടെമ്പറേച്ചർ കൂടുതലാണ്, പ്രഷർ കുറവാണെന്നുണ്ടെങ്കിൽ ഐഡിയൽ ബിഹേവിയറിലോട്ടുള്ള, റിയൽ ഗ്യാസിന് ഐഡിയൽ ബിഹേവിയറിലോട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഓക്കെ അല്ലെ. ഇനി അടുത്തൊരു ലോ ആണ് ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. ഇത് വളരെ സിമ്പിൾ അല്ലെ. എന്താണ്, യെസ് ഇപ്പൊ നമ്മൾ ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസ് എടുത്തു. ഓക്കെ അല്ലെ, മിക്സ്ചർ ഓഫ് ഗ്യാസ് എടുത്തു, അവിടെ വെറൈറ്റി ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. അപ്പം ഇവരെ പ്രൊവൈഡ് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും, യെസ് ഓരോരുത്തരും ഇൻഡിവിജ്വലി കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ആദ്യത്തെ മോളിക്യൂൾ കൊടുക്കുന്നത്, രണ്ടാമത്തെ മോളിക്യൂൾ കൊടുക്കുന്നത്, മൂന്നാമത്തെ മോളിക്യൂൾ കൊടുക്കുന്നത്. ഇനി n മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അത്രയും ഇതിന്റെ ഇൻഡിവിജ്വൽ, ഓക്കെ, ഇൻഡിവിജ്വൽ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഓരോന്നും ഇൻഡിവിജ്വലി കൊടുക്കുന്ന പ്രഷേഴ്സ് ആണ്. ഓക്കെ, അത്രയും എല്ലാ പാർഷ്യൽ പ്രഷറുകളും ചേർന്നായിരിക്കും എന്തെന്ന് പറയുന്നത്, ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. ദ ടോട്ടൽ പ്രഷർ ഓഫ് എ മിക്സ്ചർ ഓഫ് gases in the sum of partial pressures, and this is Dalton's law of partial pressures. ക്ലിയർ അല്ലടാ. ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ വെറൈറ്റി അല്ലെ, അത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. ഇവർ ഓരോരുത്തരും പ്രൊവൈഡ് ചെയ്യുന്ന പ്രഷറിന്റെ സം ആണ് ടോട്ടൽ പ്രഷർ ഓഫ് ദി മിക്സ്ചർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലടാ.
അടുത്തത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ കേട്ടോ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, സോ പി വി ഈസ് ഈക്വൽ ടു മ്യൂ ആർ ടി എന്ന് പറയുന്നത്. ഗ്യാസസ് അറ്റ് ലോ പ്രഷർ, അത് നമ്മൾ കണ്ടുപിടിച്ചു. ലോ പ്രഷർ ആണ്, ഹൈ ടെമ്പറേച്ചറിലാണെങ്കിൽ മച്ച് അബവ് ദാറ്റ് വിച്ച് ദേ ലിക്വിഫൈ അപ്രോക്സിമേറ്റ്ലി സാറ്റിസ്ഫൈ എ സിമ്പിൾ റിലേഷൻ പി വി ഈസ് ഈക്വൽ ടു മ്യൂ ആർ ടി. മ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക, ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ആണ്. ആൻഡ് ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഓൾ നോ ദാറ്റ് ഇറ്റ് ഇസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 8.314 ജൂൾ മോൾ റേസ് ടു -1 കെൽവിൻ റേസ് ടു -1 ആൻഡ് ടി ഈസ് ദി അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. സോ നമ്മള് ഈ പി വി ബൈ ടി, ഓക്കെ, പി വി ബൈ ടി എന്ന് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? മ്യൂ ആർ എന്ന് വരും. ദാറ്റ് ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ അല്ലെ? അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പൊ ഞാൻ പി വി ബൈ ടിയും പിയും തമ്മിൽ ഞാൻ എന്ത് ചെയ്യുവാണ്? ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ഗ്രാഫ് എങ്ങനെയാ കിട്ടേണ്ടത്? യെസ്, എനിക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് എനിക്ക് കിട്ടേണ്ടത്. ഓക്കെ അല്ലടാ? കാരണം പി വി ബൈ ടി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ കോൺസ്റ്റന്റ് വാല്യൂ ആണ്. സോ എനിക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഒരു ഐഡിയൽ ഗ്യാസിന്റെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് എനിക്ക് കിട്ടുന്നത്. പക്ഷെ നിങ്ങൾ ഈ ഫിഗർ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഓരോ ടെമ്പറേച്ചറിലും എന്താടാ? ഓരോ ടെമ്പറേച്ചറിലും അത് വ്യത്യാസപ്പെടുന്നുണ്ട് അല്ലെ? ഓരോ ടെമ്പറേച്ചറിലും ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത്. ഇനി അടുത്തത്, a gas that satisfies this equation exactly at all pressures and temperature is defined to be an ideal gas. ഓക്കെ അല്ലേ? അപ്പം ഐഡിയൽ ഗ്യാസിനെ നിങ്ങളോട് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതണം അല്ലെ? അതായത് ഒരു ഗ്യാസ്, ഓക്കെ അല്ലെ, അത് എല്ലാ ഗ്യാസ് ലോസിനും ഒബേ ചെയ്യും. And this satisfies this equation, PV is equal to mu RT, അല്ലെങ്കിൽ PV by T, which is equal to constant value at all pressures and temperature. എല്ലാ ടെമ്പറേച്ചറിലും എല്ലാ പ്രഷറിലും ഈ ഒരു ഇക്വേഷൻ അവർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ഗ്യാസുകളെ നമ്മൾ എന്ത് വിളിക്കും? ഐഡിയൽ ഗ്യാസ് എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് വേറൊരു കാര്യം കൂടെ നമ്മൾ പഠിക്കുവാണ്. ഈ ആർ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ പറഞ്ഞല്ലോ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഈക്വൽ ടു നമ്മുടെ അവോഗാഡ്രോ നമ്പർ ഇൻടു എന്താണ്? ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ്. ഓക്കെ അല്ലെ? അവോഗാഡ്രോ നമ്പർ ഇൻടു ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ്. സോ ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ കെ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 1.38 into 10 to the power -23 ജൂൾ പെർ കെൽവിൻ ആണ്. ആൻഡ് ഓൾസോ മക്കളെ, നിങ്ങൾ ഈ ഒരു വാല്യൂ പഠിച്ചു വെക്കാം. മിക്കവാറും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ തരുന്നതായിരിക്കാമെങ്കിലും നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറല്ല. നമ്മൾ എന്ത് ചെയ്യും? ഈ വാല്യൂ ഒക്കെ നമ്മൾ പഠിച്ചു വെക്കും. ഓക്കെ അല്ലെ? ആറിന്റെ വാല്യൂ നമ്മൾ പഠിക്കും, ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് സെയിം ഇക്വേഷനെ തന്നെ നമുക്ക് എങ്ങനെ മോഡിഫൈ ചെയ്ത് എഴുതാം? പി വി which is equal to mu into r ന് പകരം എന്താണ് എഴുതാൻ പോകുന്നത്? അവോഗാഡ്രോ നമ്പർ ഇൻടു കെ ബി ഇൻടു ടി എന്ന് എഴുതാനായിട്ട് പറ്റും. സോ നമ്മുടെ ഇക്വേഷൻ എന്തായി? ഒന്നും കൂടെ മോഡിഫൈഡ് ആയി. ഇനി നോക്കിക്കേടാ, മ്യൂ ഇൻടു എൻ എ, അതായത് അവോഗാഡ്രോ നമ്പർ കൊണ്ട് നമ്പർ ഓഫ് മോൾസിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താടാ കിട്ടുന്നത്? യെസ്, ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി മോളിക്യൂൾസ് ഓഫ് ദി ഗ്യാസ് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ അഗെയിൻ ഞാൻ ഇതിനെ ഒന്നും കൂടെ മോഡിഫൈ ചെയ്തു. പി വി which is equal to ക്യാപിറ്റൽ എൻ കേട്ടോ, ക്യാപിറ്റൽ എൻ. എൻ is the number of molecules of the gas ആണ് കേട്ടോ. ഓക്കെ, എൻ ഇൻടു then കെ ബി ടി എന്ന് വരും. സോ ദിസ് is the modified equation. ഓക്കെ അല്ലടാ? ഇനി ഇതേപോലെ തന്നെ നമ്മൾ ആ ടെമ്പറേച്ചർ താഴത്തേക്ക് എടുത്ത് എന്താ ഉണ്ടാവുക? എൻ കെ ബി അല്ലെ? ദാറ്റ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് വാല്യൂ. ക്ലിയർ? ഓൾ സെറ്റ് ആണോ? ഓൾ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ നിങ്ങൾ സെറ്റ് ആയി മിസ്സേ, ഇതുവരെ മനസ്സിലായിട്ടുണ്ട്, അതുപോലെ തന്നെ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയി എന്ന് പറയാനും മടിക്കരുത്. ആൻഡ് അഫ്കോഴ്സ് ലൈക്ക് ചെയ്യാനായിട്ട് ആരെങ്കിലും മറന്നിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് നിങ്ങളൊന്ന് ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക. നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ലൈക്കും ചെയ്യുക കേട്ടോ. അടുത്തത്, ഫ്രം ഗ്രാഫ് ഇറ്റ്സ് ക്ലിയർ ദാറ്റ് റിയൽ ഗ്യാസസ് അപ്രോച്ച് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ അറ്റ് ലോ പ്രഷേഴ്സ് ആൻഡ് ഹൈ ടെമ്പറേച്ചർ. നോക്കിക്കേടാ, ഇവിടെ നമുക്കറിയാം T3 ആണ്, T1 ആണ് മാക്സിമം ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ വന്നിട്ടുള്ളത്. T2 അതിനേക്കാളും കുറവാണ്, T3 അതിനേക്കാളും കൂടുതലാണ്. ഇനി നോക്കിക്കേ, കുറവാണ്. സോ ഇത് ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നത്. അപ്പൊ ടെമ്പറേച്ചർ ഏറ്റവും കൂടുതൽ വന്നു കഴിഞ്ഞപ്പോൾ നോക്കിക്കേടാ, ഏറ്റവും അടുത്ത് കിടക്കുവാണ്, ഐഡിയൽ ഗ്യാസിന്റെ ലൈനിനോട് ഏറ്റവും അടുത്ത് കിടക്കുവാണ്. ഇനി അതേപോലെ തന്നെ പ്രഷർ നോക്കിക്കേടാ, പ്രഷർ ഏറ്റവും ലോ ആയിരിക്കുന്ന സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ എന്തെന്ന് പറയുന്നത്? യസീവന്മാര് ഈ ഒരു ഐഡിയൽ ഗ്യാസിന്റെ ഒരു ബിഹേവിയർ കാണിക്കുന്നത്. നെക്സ്റ്റ് വൺ, കൈനറ്റിക് തിയറി ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്, അതായത് പോസ്റ്റുലേറ്റ് ആണ് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം? എന്റെ മക്കൾ എല്ലാവരും ഇത് പഠിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ, മറക്കരുത്. എ ഗിവൺ എമൗണ്ട് ഓഫ് ഗ്യാസ് ഇസ് എ കളക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഓക്കെ, ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ദാറ്റ് ആർ ഇൻ റാൻഡം മോഷൻ. ഓക്കെ അല്ലേ? അതായത് നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു കണ്ടെയ്നറിൽ നമുക്ക് കുറച്ച് വെള്ളം തന്നെന്ന് വിചാരിക്കും, കുറച്ചധികം വെള്ളം ഉണ്ട് നമ്മുടെ കയ്യിൽ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, വെള്ളമല്ല, മോളിക്യൂൾസ് ഉണ്ട്,
ഞാനിപ്പോൾ മനസ്സിൽ വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹിച്ചായിരുന്നു, അതിന് ഞാൻ തോന്നുന്നു. ഓക്കെ, സോ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കണ്ടെയ്നറിൽ കുറച്ച് മോളിക്യൂൾസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഗ്യാസ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗ്യാസ് എന്ന് പറയുമ്പോൾ ഒരുപാട് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. അപ്പം ഇവിടെ ഉള്ള ഓരോ മോളിക്യൂൾസും എന്തായിരിക്കും അവിടെ റാൻഡം മോഷൻ ആയിരിക്കും എക്സിബിറ്റ് ചെയ്യുക. ഓക്കെ അല്ലെ, റാൻഡം മോഷൻ തോന്നിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. നമ്മുടെ ഇപ്പോൾ സ്കൂളിൽ നമ്മുടെ ക്ലാസ് റൂമിൽ ടീച്ചർ ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ളതാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കത്തില്ലേ? എക്സാക്ട്ലി ദ സെയിം. At ordinary pressure and temperature, the average distance between the molecule is very large compared to the size of the molecule. അതായത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മോളിക്യൂളിന്റെ ഓരോ മോളിക്യൂളിന്റെയും സൈസ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവര് ഈ ഒരു മോളിക്യൂൾ ഉണ്ട്, ഈ ഒരു മോളിക്യൂൾ ഉണ്ട്. ഓക്കെ അല്ലെ, ഇവരുടെ സൈസും ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസും നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ സൈസ് എന്ന് പറയുന്നത് എന്താണ്, വളരെ ചെറുതാണ്, നെഗ്ലിജിബിൾ ആണ്. ഓക്കെ അല്ലെ, ഇറ്റ്സ് 2 ആംസ്ട്രോങ്, അതായത് 2 × 10⁻⁻10 മീറ്റർ ആണ്. ക്ലിയർ ആയോടാ? അതായത് ഒരു മോളിക്യൂളും ആ ഒരു മോളിക്യൂളും അടുത്ത മോളിക്യൂളും ഇവിടെ കുറെ മോളിക്യൂൾസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു മോളിക്യൂളിനൊപ്പം ഒരു മോളിക്യൂളിനെ കൂടെ എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസും ഇവരുടെ സൈസും കൂടെ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഓക്കെ അല്ലേ? ഇനി the interaction between the molecules is negligible. The molecules make elastic collisions with each other and also with the walls of the container. As the collisions are elastic, the total kinetic energy and total momentum are conserved. Got it? ഇനി അടുത്തത് റൈറ്റ് 4 postulate of kinetic theory of gas. നമ്മൾ ഇനി പറയുന്നില്ല, കാരണം നിങ്ങൾ ഒപ്പം തന്നെ വായിച്ചു കേട്ടേ ഉള്ളൂ. സോ ഇത് ചോദിക്കുന്നതാണ്, റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ളത്. സോ ഇത് 2016 ചോദിച്ചിട്ടുണ്ട് കേട്ടോ, 2016 ചോദിച്ചിട്ടുണ്ട്. അലോങ് വിത്ത് ദാറ്റ് എനിക്ക് പറയാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പഠിച്ചു വെക്കണം കേട്ടോ. ഇതാണ് നമ്മളിപ്പോൾ ഇത്രയും പഠിച്ചതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ അടുത്ത് മേ ബി ബോയ്സിലോ ചോദിക്കാൻ, ചാൻസിലോ ചോദിക്കും. അതൊക്കെ നമുക്ക് അറിയാം, കാരണം നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ കെമിസ്ട്രിയിലും പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും വലിയൊരു ടാസ്ക് ആയിരിക്കില്ല. എന്നിരുന്നാലും ഈ പോസ്റ്റുലേറ്റ് ആണ് ഇപ്പം ഇതുവരെ നമ്മൾ തുടങ്ങിയതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്, അതായത് ഇത്രയും പഠിച്ചതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് പോസ്റ്റുലേറ്റ്. ഇനി അങ്ങോട്ടേക്കുള്ളതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതായത് ഈ ചാപ്റ്ററിൽ ഇനി നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ, പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. യെസ്, അപ്പൊ നമ്മൾ അത് ചോദിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് പ്രഷർ എക്സേർട്ടഡ് ബൈ എ ഗ്യാസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ല, പ്രഷർ എക്സേർട്ടഡ് ബൈ എ ഗ്യാസ്. സോ ഇവിടെ നോക്കിക്കേടാ, അതാ നമ്മള് ഒരു കണ്ടെയ്നർ എടുത്തേക്കുവാണ് കേട്ടോ, ഒരു കണ്ടെയ്നർ എടുത്തേക്കുവാണ്. ഓക്കെ, ഇതിപ്പോ ഞാൻ വരച്ച ശരിയാവൂലേ? ഓക്കെ, എനിവേ ഞാൻ വരച്ചു ഉളാക്കുന്നില്ല, ബെറ്റർ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. ഓക്കെ, നമ്മളൊരു കണ്ടെയ്നർ എടുത്തിരിക്കുകയാണ്. സോ അതിനുള്ളിൽ എന്തുണ്ട്, മോളിക്യൂൾസ് ഉണ്ട് അല്ലെ, ഒരു മോളിക്യൂൾസ് ഉണ്ട്. അപ്പം ഇതിന്റെ ഒരു ഷേപ്പ് ക്യൂബിക്കൽ ഷേപ്പ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. ആൻഡ് നമുക്ക് ഇവിടെ ആരുണ്ട്, യെസ്, നമുക്ക് ഇവിടെ മോളിക്യൂൾ ഉണ്ട് അല്ലെ. അപ്പൊ ആ മോളിക്യൂൾ എന്ത് ചെയ്യും, യെസ്, മറ്റ് മോളിക്യൂൾസ് ആയിട്ടും അതുപോലെ തന്നെ കണ്ടെയ്നറിന്റെ വോൾ ആയിട്ടും അതെന്ത് ചെയ്യും, യെസ്, ഈ പറയുന്ന പോലെ അത് കൊളൈഡ് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് വന്ന് ഒരു കണ്ടെയ്നറിലോട്ട്, അല്ലെങ്കിൽ വേണ്ട, ജസ്റ്റ് ഞാൻ പറയട്ടെ, പ്രഷർ ഇസ് ഈക്വൽ ടു, അതിന് ഇക്വേഷൻ എല്ലാവർക്കും അറിയാം, എന്തായിരുന്നു, ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലെ, ഫോഴ്സ് ബൈ ഏരിയ ആണ്. സോ ഇവിടെ ഏരിയ കണ്ടുപിടിക്കാൻ കുഴപ്പമില്ല, ഏരിയ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. എന്തുകൊണ്ടാണ്, ഏരിയ എന്ന് പറയുന്നത് അതൊരു ക്യൂബ് അല്ലേ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇവിടെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ട് പറഞ്ഞു നോക്കിയാൽ ഏരിയ വിൽ ബി L² ആയിരിക്കും. ഓക്കെ അല്ലെ, സോ ഏരിയ വിൽ ബി L². സോ ഇവിടെ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫോഴ്സിനെ നമുക്ക് അറിയാം, ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേറൊരു ഇക്വേഷൻ നമുക്ക് അറിയാം, അതായത് ചേഞ്ച് ഇൻ മൊമെന്റം അല്ലെ, ചേഞ്ച് ഇൻ മൊമെന്റം ഡിവൈഡഡ് ബൈ ടൈം ആണ് അല്ലെ. സോ ഈ ഇക്വേഷൻ അറിയാം. അപ്പൊ ഞാൻ ആദ്യം ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താടാ, യെസ്, PF - PI എന്ന് ഞാൻ ഇടുക. ഓക്കെ അല്ലേ. സോ ഇവിടെ ഒരു മോളിക്യൂളിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഇതിന്റെ മാസ് എന്ന് പറയുന്നത് M ആയിട്ട് ഞാൻ എടുത്തു. ഓക്കെ അല്ലേ. ആൻഡ് X ഡയറക്ഷനിലുള്ള അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഞാൻ VX ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ദിസ് വിൽ ബി ലൈക്ക് MVX ഫൈനൽ അല്ലെ. സോ ഇവിടെ വന്ന് ഇടിച്ചു, ഇനി നേരെ തിരിച്ചു വരാം. അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ എന്താ ചെയ്യേണ്ടത്, യെസ്, മൈനസ് MVX എന്ന് വരും അല്ലടാ. സോ ദിസ് വിൽ ബി 2MVX എന്ന് വരും. സോ ചേഞ്ച് ഇൻ മൊമെന്റം കിട്ടി. ഇനി നെക്സ്റ്റ് വൺ ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ് അല്ലെ. സോ അങ്ങനെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിന്റെ ഈ ഒരു ക്യൂബിന്റെ ലെങ്ത് L ആണ് അല്ലെ. ക്യൂബ് ആകുമ്പോൾ ഡെഫിനറ്റ്ലി L ആണ് എല്ലാ സൈഡും വരുന്നത്. സോ L ആണെന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യും, L ഡിസ്റ്റൻസ് പോയിട്ട് തിരിച്ചു വരും. അപ്പം ദാറ്റ് മീൻസ് ഇത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയായിരിക്കും, ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി 12 ആയിരിക്കും അല്ലെ, 12 ആയിരിക്കും. ഇനി ടൈം അല്ലേ അറിയേണ്ടത്. സോ ടൈം വിൽ ബി ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി ആണ്. സോ 12 ഡിവൈഡഡ് ബൈ VX വരും. അങ്ങനെയാണെങ്കിൽ അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2MVX ഡിവൈഡഡ് ബൈ 12 ബൈ VX ആണ്, ഡിവൈഡഡ് ബൈ L².
ക്ലിയർ ആയോടാ? ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ക്യാൻസൽ ചെയ്തൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കേ, ഇവിടത്തെ 2ഉം ഇവിടത്തെ 2ഉം പോവും. അതേപോലെ തന്നെ നോക്കിക്കേടാ, ഇവിടെ ഒരു m ഉണ്ട്, അതേപോലെ ഈ vx മുകളിലോട്ട് പോകും അല്ലെ, അപ്പം vx സ്ക്വയർ വരും, ഡിവൈഡഡ് ബൈ l ഉണ്ട്, l സ്ക്വയർ ഉണ്ട്. സോ ദിസ് വിൽ ബി ലൈക്ക് l ക്യൂബ് അല്ലെ, l ക്യൂബ് ആയിട്ട് വരും. ഇനി ക്യൂബ് ആണ് ഇവിടെ ഇരിക്കുന്നത് അല്ലെ, സോ അങ്ങനെയാണെങ്കിൽ l ക്യൂബ് എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വോളിയം ആയിരിക്കും അല്ലെ. സോ vx സ്ക്വയർ ഡിവൈഡഡ് ബൈ വോളിയം എന്ന് വരും. ഓക്കെ അല്ലേ? സോ ഞാൻ എഴുതുവാണ് പ്രഷർ വിച്ച് ഇസ് ഈക്വൽ ടു m vx സ്ക്വയർ ഡിവൈഡഡ് ബൈ വോളിയം. ഓക്കെ, സോ അതാണ് നമുക്ക് ഇവിടെ കാണുന്നത് കേട്ടോ. സോ മൊമെന്റം ബിഫോർ കൊളീഷൻ വിൽ ബി ഈക്വൽ ടു mvx, മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ ഇസ് മൈനസ് mvx. സോ ദ ചേഞ്ച് ഇൻ മൊമെന്റം വിൽ ബി മൈനസ് 2 mvx ആയിരിക്കും. മൊമെന്റം ഇമ്പാർട്ടഡ് ടു ഓൾ ഇൻ ദ കൊളീഷൻ. സോ നമ്മൾ കൺസർവേഷൻ ഓഫ് മൊമെന്റം എടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 2 mvx കിട്ടും. ആൻഡ് ദെൻ ലേറ്റർ ഓൺ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇപ്പം n നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ഉള്ളതെങ്കിൽ, ഓക്കെ, ഇതിപ്പം ഒരു മോളിക്യൂളിനെയാണ്, അപ്പം n നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ p വിൽ ബി ഈക്വൽ ടു n ഇൻറ്റു mvx സ്ക്വയർ ഡിവൈഡഡ് ബൈ വോളിയം എന്ന് വരും അല്ലടാ. p is equal to nm vx സ്ക്വയർ ഡിവൈഡഡ് ബൈ v എന്ന് വരും. ഇനി v എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ vx സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x ഡയറക്ഷനിൽ മാത്രമല്ല ഉള്ളത് അല്ലെ. അപ്പൊ നമുക്കറിയാം vx സ്ക്വയർ മാത്രം എടുത്താൽ പോരാ, ആരുണ്ട്? vy ഉണ്ട്, vz ഉണ്ട്. ആൻഡ് ഫോർ ഐഡിയൽ ഗ്യാസ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലെ. ഇതിന്റെ എല്ലാത്തിന്റെയും മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ആൻഡ് എല്ലാ മോളിക്യൂളും നമ്മൾ എടുക്കുമ്പോൾ ഇതിന്റെ ആവറേജ് നമ്മൾ എടുക്കുവാണെന്ന് വിചാരിക്കുക, അതായത് vx vy vz ഒക്കെ നമ്മൾ ആവറേജ് വാല്യൂ എടുക്കുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് സംഭവിക്കുക? യെസ്, നമുക്ക് കിട്ടാം മിക്കവാറും 0 ആണ് വരിക. അപ്പൊ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് എല്ലാം ഫെയിൽ ആകുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഒരാളുണ്ടല്ലോടാ, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ അല്ലെ. അപ്പം ഈ വെലോസിറ്റിയുടെ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ് ഇനി നമ്മൾ കണ്ടെത്താം. ഓക്കെ അല്ലെ, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറഞ്ഞൊന്നുമില്ല. അതായത് ഇപ്പൊ നമുക്ക് ഇത് ഓരോ ഡയറക്ഷനിലും ഓരോന്നുണ്ട് അല്ലെ. സോ vx ഓരോ ഡയറക്ഷനിലും, അതായത് ഇപ്പൊ എന്താ പറയാ, ഒരു മോളിക്യൂളിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഡയറക്ഷനിലോട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, ഇത് ട്രാവൽ ചെയ്യുന്നുണ്ട്, റാൻഡം മോഷനാണ്. സോ ഡെഫിനറ്റ്ലി ആദ്യം നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ സ്ക്വയർ എടുക്കും. ഓക്കെ അല്ലെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഈ ഇൻഡിവിജ്വൽ വെലോസിറ്റീസിന്റെ എല്ലാം സ്ക്വയർ എടുക്കും. ദെൻ അതിന്റെ മീൻ കണ്ടുപിടിക്കും. മീൻ എങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പം ഓരോന്നിന്റെയും ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിന്റെയൊക്കെ സ്ക്വയർ എടുത്തതിന് ശേഷം എത്ര എണ്ണം ഉണ്ടോ, ഇപ്പം n ഉണ്ടെങ്കിൽ n നമ്പർ ഓഫ് വെലോസിറ്റീസ് നമ്മൾ എടുക്കുവാണെങ്കിൽ ഡിവൈഡഡ് ബൈ n ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മീൻ വാല്യൂ കിട്ടും. ഇനി അതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? RMS റൂട്ട് വാല്യൂ, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ അല്ലെങ്കിൽ RMS വാല്യൂ കിട്ടും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ഇവിടത്തെ ഞാൻ p is equal to nm vx അല്ലെ. സോ ഇവിടെ v ബാർ ഇടുന്നത് റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഡിവൈഡഡ് ബൈ വോളിയം. ഓക്കെ അല്ലെ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് ആ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം? യെസ്, സിമ്പിൾ ആണ്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോടാ, v ബാർ സ്ക്വയർ അല്ലെങ്കിൽ v സ്ക്വയർ ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെ കോൺട്രിബ്യൂഷൻ ഉണ്ട്? vx vy vz. ആൻഡ് ഇതിന്റെ എല്ലാ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ് നമ്മൾ പറഞ്ഞു. സോ ദിസ് വിൽ ബി എന്തായിരിക്കും? 3vx സ്ക്വയർ ആയിരിക്കും അല്ലടാ, 3vx സ്ക്വയർ ആയിരിക്കും. കാരണം എന്താണ്? vy ഉം vz ഉം vx vy vz ഇത് മൂന്നും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കേ, 1/3 v ബാർ അല്ലെങ്കിൽ v സ്ക്വയർ ബാർ which is equal to vx bar x square, sorry vx bar square അല്ലെങ്കിൽ vx സ്ക്വയർ ബാർ. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി നോക്കാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? p is equal to 1/3 nm ഡിവൈഡഡ് ബൈ, ഇത് വോളിയം ആണ് കേട്ടോ, ഇത് വോളിയം ആണ്. ആൻഡ് vx സ്ക്വയർ അല്ലെങ്കിൽ vx സ്ക്വയർ ബാർ എന്ന് പകരം നമ്മൾ എന്ത് ചെയ്യും? യെസ്, അതിന് വേറെ ഓൾറെഡി 1/3 ഇട്ടു. ഇനി ആരാ ഉള്ളത്? യെസ്, ദിസ് വൺ. ഓക്കെ അല്ലെ. ആൻഡ് ദിസ് ഇസ് റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ആണ്, ദിസ് ഇസ് വോളിയം. അത് തെറ്റിക്കരുത് കേട്ടോ. ഓക്കെ അല്ലേടാ. അപ്പൊ നമുക്ക് ഇത്രയും ഒരു ഇക്വേഷൻ കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം n/v എന്ന് പറഞ്ഞാൽ എന്താടാ? യെസ്, നമ്മുടെ നമ്പർ ഓഫ് മോൾസ് ആണ്. ഓക്കെ അല്ലടാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അതായത് ഈ n/v ഉണ്ടല്ലോ, ഈ n/v അവന് നമ്മൾ കൊടുക്കുവാണ് 1/3 nm v സ്ക്വയർ ബാർ. ക്ലിയർ ആയില്ലേ? ഇപ്പൊ നമുക്ക് വോളിയം എന്നുള്ള ടേം പോയി. ഇനി ആര് മാത്രമേ ഉള്ളൂ? യെസ്, നമ്മുടെ വെലോസിറ്റി, റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റിന്റെ ഭാഗം മാത്രമേ ഉള്ളൂ. സോ നമുക്ക് എന്ത് കിട്ടിയടാ? പ്രഷറിന്റെ വാല്യൂ കിട്ടി 1/3 nm v സ്ക്വയർ ബാർ എന്ന് കിട്ടി. സോ ദിസ് ഇസ് പ്രഷർ എക്സേർട്ടഡ് ബൈ എ ഗ്യാസ് കേട്ടോ. ഓക്കെ അല്ലേ? ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും നമ്മുടെ അടുത്ത്, പ്രഷർ എക്സേർട്ടഡ് ബൈ എ ഐഡിയൽ ഗ്യാസ്. ക്ലിയർ അല്ലടാ? ക്ലിയർ അല്ലേ? യെസ്.
ഇനി അടുത്തത് ഒന്നും കൂടെ നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞതിൽ നിന്നും ചെറിയൊരു മാറ്റം വേണമെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് എന്താ പറയാ വേറൊരു മോഡലിൽ നമുക്ക് ഇത് എഴുതണമെങ്കിൽ ഒന്നും കൂടെ നമുക്ക് എങ്ങനെ എഴുതാം. സോ ഇതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രഷർ എക്സർട്ടഡ് ബൈ ഗ്യാസ് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇത്ര എഴുതി വെച്ചാൽ മതി. ഇനി അടുത്തത് ഇവിടെ വരെ നമുക്ക് ക്ലിയർ അല്ലെ 2mvx ചേഞ്ച് ഇൻ മൊമെന്റം കിട്ടിയത്. ഇനി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി മോളിക്യൂൾ. ഓക്കെ, മോളിക്യൂൾ ഇൻ ടൈം ഡെൽറ്റ ടി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എടുത്തത് എങ്ങനെയായിരുന്നു 12 എന്ന് പറഞ്ഞിട്ട് എടുത്തത്. ഇവിടെ എന്താ എടുക്കുന്നത്? യെസ്, നമുക്കറിയാം ഡിസ്റ്റൻസ് ആണ്. സോ വെലോസിറ്റി ഇൻറ്റു ടൈം ആയിരിക്കും. സോ ഡെൽറ്റ ടി ടൈം കൊണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഡെൽറ്റ ടി ടൈമിൽ അത് എക്സിബിറ്റ് ചെയ്തിട്ടുള്ള വെലോസിറ്റി അല്ലെ, വെലോസിറ്റി ഇൻറ്റു ഡെൽറ്റ ടി. സോ ദാറ്റ് വിൽ ബി ലൈക്ക് എന്തായിരിക്കും അവിടെ v ഇൻറ്റു ഡെൽറ്റ ടി, ദാറ്റ് മീൻസ് a distance traveled. ക്ലിയർ അല്ലേ? ഇനി അവിടെ എത്ര വോളിയം കവർ ചെയ്തു എങ്ങനെ കണ്ടുപിടിക്കാം? യെസ്, ദിസ് ഇൻറ്റു ഏരിയ അല്ലെ, vx ഡെൽറ്റ ടി ഇൻറ്റു ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എത്രത്തോളം വോളിയം കവേർഡ് ആയെന്ന് കിട്ടും. ഇനി എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്? n നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദിസ് വോളിയം വിൽ ബി n ഇൻറ്റു avx ഇൻറ്റു ഡെൽറ്റ ടി, ആൻഡ് n is the number density of the molecule. ഓക്കെ അല്ലടാ? ഇനി only half of these molecules move in plus x direction, so number of molecules will be half into n into a into vx delta t എന്ന് വരും. The number of molecules with vx hitting the wall in time delta t will be എന്താടാ? യെസ്, ഇതാണ് നമ്പർ കേട്ടോ. The number of molecules vx എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസിനെയാണ് നമ്മൾ പറയുന്നത് ഹാഫ് n into a into vx delta t എന്ന് പറയുന്നത്. ഇനി ടോട്ടൽ മൊമെന്റം. ഓക്കെ അല്ലെ? ടോട്ടൽ മൊമെന്റം വിൽ ബി ഈക്വൽ ടു, നമുക്കറിയാം എന്താണ് 2mvx നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിരുന്നു. ആൻഡ് ദീസ് മെനി നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. സോ 2mvx ന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? ഇത് മൾട്ടിപ്ലൈ ചെയ്തു. ആൻഡ് ഫൈനലി വി ഗോട്ട് nmavx സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതാം. ഇനി ഫോഴ്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്, അതിനല്ലേ നമ്മൾ മൊമെന്റിൽ നിന്ന് തുടങ്ങിയത്. സോ നമുക്ക് മൊമെന്റം കിട്ടി, ഡിവൈഡഡ് ബൈ ടൈം ചെയ്താൽ മതി. സോ ദിസ് ഇസ് ദ മൊമെന്റം അല്ലെ, ദിസ് ഇസ് ദ മൊമെന്റം. ഓക്കെ, ടോട്ടൽ മൊമെന്റം. സോ ദാറ്റ് ഈസ് nmavx സ്ക്വയർ ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. സോ ഡെൽറ്റ ടി ആൻഡ് ഡെൽറ്റ ടി വിൽ ബി ക്യാൻസൽഡ്. ഓക്കെ അല്ലേ? ഇനി പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ്. സോ ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുമ്പോൾ ഫോഴ്സിന്റെ വാല്യൂ ഓൾറെഡി കിട്ടി, ദാറ്റ് ഈസ് nmavx സ്ക്വയർ ഡിവൈഡഡ് ബൈ എയും പോയി, വി വിൽ ഗെറ്റ് nmvx സ്ക്വയർ. ഓക്കെ അല്ലേ? ഇത് നമ്മൾ പറഞ്ഞ ആവറേജ് വെലോസിറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0 വാല്യൂ ആയിരിക്കും മിക്കവാറും കിട്ടുന്നത്. സോ വി ഹാവ് ടു ചൂസ് എന്താടാ? യെസ്, നമ്മുടെ RMS വാല്യൂ അല്ലെ, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. സോ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എക്സാക്ട്ലി നേരത്തെ ചെയ്ത പോലെ തന്നെ. ആൻഡ് ഫൈനലി വി വിൽ ഗെറ്റ് ദിസ് വാല്യൂ. ഓക്കെ അല്ലെ? രണ്ടും സെയിം റിസൾട്ടിലോട്ടാണ് വരുന്നത്. ഈസി ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ വേണമെങ്കിലും ചെയ്യാം. ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാം. ആൻഡ് ദ റിസൾട്ട് ഇസ് p is equal to 1/3 nmv square bar. Okay, yes, and this is RMS value. അത് തെറ്റിക്കരുത് കേട്ടോ. Derive an expression for the pressure exerted by an ideal gas based on kinetic theory. ഇനി വീണ്ടും കൂടുതൽ നമുക്ക് പറയേണ്ടത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമല്ലേ, സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചു, 2020 ചോദിച്ചിട്ടുണ്ട്. സോ beware. യെസ്, ഇനി അടുത്തതാണ് കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ നമ്മൾ ഓൾറെഡി പഠിച്ചു p is equal to എന്താണ്? nmv സ്ക്വയർ ആണ്, അല്ലെങ്കിൽ nmv സ്ക്വയർ ബാർ ആണ് അല്ലെ. അത് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ്. ഞാൻ എപ്പോഴെങ്കിലും പറയാൻ മിസ് ആയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം കേട്ടോ, അത് RMS വാല്യൂ ആണ്. ഇപ്പൊ നമ്മൾ വെലോസിറ്റി, ആവറേജ് വെലോസിറ്റിനെ കുറിച്ചല്ല പറയുന്നത്, ഈ ഒരു വെലോസിറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുവാണ്? ഈ ഇക്വേഷനിൽ ഞാൻ എന്ത് ചെയ്തു? v കൊണ്ട്, അതായത് നമ്മുടെ വോളിയം കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ അല്ലെ? വോളിയം കൊണ്ട് ഞാൻ ഇത് എൻറ്റയർ ഇക്വേഷനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? pv is equal to 1/3 nvmv സ്ക്വയർ അല്ലെങ്കിൽ v സ്ക്വയർ ബാർ, അല്ലെങ്കിൽ നമ്മുടെ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റിയുടെ സ്ക്വയർ. ഓക്കെ അല്ലടാ? സോ ഇതാണ് വാല്യൂ. ഓക്കെ അല്ലടാ? ഇപ്പൊ ഇനി നമുക്ക് വേറൊരു കാര്യം കൂടെ അറിയാം. നമ്മുടെ pv is equal to എന്തറിയാം നമുക്ക്? nRT എന്നുള്ള ഇക്വേഷൻ നമുക്ക് അറിയാം. ക്ലിയർ? സോ ഹിയർ n is equal to n/v ആണ്, ആൻഡ് n is equal to nv എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, സോ pv is equal to 1/3 n, അതായത് ഈ n ഇൻറ്റു വിക്ക് പകരം നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ n കൊടുക്കുവാണ്, ആൻഡ് ഇൻറ്റു v സ്ക്വയർ ബാർ നമ്മൾ ചെയ്തു. n is the number of molecules in the sample ആണ്, ആൻഡ് pv is equal to 2/3 ഇൻറ്റു n ഇൻറ്റു half mv സ്ക്വയർ. ഓക്കെ, സോ ഇത് എങ്ങനെയാ വരുന്നത്? അതായത് pv is equal to 2/3 ഇൻറ്റു n ഇൻറ്റു half mv സ്ക്വയർ എങ്ങനെയാ വരുന്നത്? സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? യെസ്, ഇവനെ പിടിച്ചിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലെ. 2 കൊണ്ട് ഈ ഇക്വേഷൻ നമ്പർ 1 എന്ന് ഞാൻ ഇടുവാണ് കേട്ടോ തൽക്കാലത്തേക്ക്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തു? യെസ്, ആ ഇക്വേഷനിൽ pv is equal to
2/2 1/3 nmv square bar. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്യുവാണ്. 2/3 ഞാൻ പുറത്തേക്ക് എടുക്കുവാണ്. 2/3. ഓക്കെ. പിന്നെ ഇനി ഇവിടെ ആരൊക്കെയാ ഉള്ളത്? ഒരു 1/2 ഉണ്ട് അല്ലെ? ഒരു 1/2 ഉണ്ട്. n into mv square bar. ആൻഡ് നോക്കിക്കേടാ, ഈ n-നെ ഞാൻ ഒന്ന് മാറ്റി എഴുതുവാണ്. n-നെ ഞാൻ മാറ്റി എഴുതി. പിന്നെ അവിടെയുള്ള ടേം ആരടാ? ഹാഫ് എം വി ബാർ സ്ക്വയർ അല്ലേ? ആൻഡ് ദിസ് ഹാഫ് എം വി ബാർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ആവറേജ് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? സോ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പി വി ഈസ് ഈക്വൽ ടു 2/3 n e. ഓക്കെ അല്ലേ? സോ ഈ n എന്ന് എഴുതേണ്ട ആവശ്യമില്ല, കാരണം n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. സോ ആവറേജ് എടുക്കുമ്പോൾ നമ്മൾ എന്താണ് എടുക്കുന്നത്? യെസ്, കൈനറ്റിക് എനർജി ഒരു പാർട്ടിക്കിളിനെയാണ് ഹാഫ് എം വി സ്ക്വയർ. സോ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ, n നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ വി ഹാവ് ടു മൾട്ടിപ്ലൈ ദാറ്റ്. സോ ആ ബ്രാക്കറ്റ് കിടക്കുന്നത് എൻറ്റയർ തിങ് കൈനറ്റിക് ആവറേജ് കൈനറ്റിക് എനർജി കേട്ടോ. ആവറേജ് കൈനറ്റിക് എനർജിയാണ്. സോ 2/3 ഇൻറ്റു ആവറേജ് കൈനറ്റിക് എനർജി എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലടാ? ഇനി ഈ ഇക്വേഷനിലോട്ട് വരുവാണ്. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2 എന്ന് ഞാൻ ഇടുവാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ NRT, R എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അവോഗാഡ്രോ നമ്പർ ഇൻറ്റു ബോൾസ്മാൻ കോൺസ്റ്റന്റ്. സോ ഞാൻ എഴുതുവാണ് n ഇൻറ്റു NaKBT. ക്ലിയർ അല്ലടാ? n ഇൻറ്റു KBT. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ഒരു ഇക്വേഷന് നമ്മൾ എന്ത് ചെയ്യുവാണ്? ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. കാരണം ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് PV ആണ്, ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും KV ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു? അതിന് രണ്ടിനെയും നമ്മൾ എന്താ പറയാ ഇക്വേറ്റ് ചെയ്യുവാണ്. ആൻഡ് ഫൈനലി ഇക്ക് നമുക്ക് ഒരു എക്സ്പ്രഷനും കൂടെ കിട്ടും. 3/2 NKBT എന്ന് കിട്ടും. സോ E/N വിൽ ബി ഈക്വൽ ടു എന്താണ്? 3/2 KBT എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? സോ ദിസ് ഇസ് എന്താണ് നമ്മുടെ കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ. നമ്മുടെ അടുത്ത് ചിലപ്പോൾ ചോദിക്കും ആവറേജ് കൈനറ്റിക് എനർജിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിക്കും. അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് നേരെ കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ തന്നെ ചോദിക്കാം. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിക്കും ഇപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ കൈനറ്റിക് എനർജിയിൽ വരുന്ന ചേഞ്ച് എന്തായിരിക്കും എന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. സോ ഐ തിങ്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ E/N which is equal to 3/2 KBT എന്ന് കിട്ടി. ഇനി ഇതേപോലെ തന്നെ നമുക്കറിയാലോ, നമ്മൾ എഴുതി ഹാഫ് എം വി സ്ക്വയർ ബാർ വിച്ച് ഇസ് ഈക്വൽ ടു 3/2 KBT എന്ന് നമ്മൾ എഴുതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ടൂവും പോയി. പിന്നെ നമുക്ക് ആരോ വി സ്ക്വയർ ബാറിന് കിട്ടണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? യെസ്, 3 ഇൻറ്റു 3/m KBT അല്ലെ? സോ വി സ്ക്വയർ ബാറിന് മാത്രം കിട്ടണമെങ്കിൽ, സോ അങ്ങനെയാണെങ്കിൽ വി സ്ക്വയർ വേണ്ട എങ്കിൽ ദിസ് വിൽ ബി 3/m KBT ആയിരിക്കും അല്ലടാ? ഇനി അടുത്തത് നോക്കിക്കേ. ഇനി KB എന്ന് പറഞ്ഞാൽ എന്താണ്? R/NA ആണ് KB എന്ന് പറയുന്നത് അല്ലെ? ഈ ഇക്വേഷൻ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ അഗൈൻ ഇതിന് വീണ്ടും ഒരു എക്സ്പ്രഷൻ എഴുതാം. √3/m ഇവിടെ എന്താ വരിക? KB അല്ലേ? സോ R/NA ആണ് അല്ലെ? സോ R/NA ഇൻറ്റു T. സോ ഇങ്ങനെയും എഴുതാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് ഒരു ഇക്വേഷനും കൂടെ എഴുതാം. √3RT ഡിവൈഡഡ് ബൈ എന്താണ്? M എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ അല്ലടാ? M, ക്യാപിറ്റൽ M കേട്ടോ. കാരണം എന്താണ്? ദിസ് ഇസ് മോളിക്കുലാർ മാസ്. കാരണം എന്താ? M ഇൻറ്റു NA വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? മോളിക്കുലാർ മാസ് ആണ് കേട്ടോ. മോളിക്കുലാർ മാസ് ആണ്. സോ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ഈക്വേഷൻസ് ആവശ്യം വരും. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇത് സ്മോൾ ലെറ്റർ M അല്ല, ക്യാപിറ്റൽ ലെറ്റർ M ആണ് കേട്ടോ. ഓക്കെ അല്ലേ? ആൻഡ് ക്യാപിറ്റൽ ലെറ്റർ M എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? മോളിക്കുലാർ മാസ് ആണ്. അടുത്തത്, the average kinetic energy of a molecule is proportional to absolute temperature of the gas. It is independent of pressure, volume and the nature of the ideal gas. Clear allada? So kinetic interpretation of temperature എന്തായാലും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? പഠിച്ചിട്ടുണ്ടായിരിക്കണം കേട്ടോ. അതിലൊരു കോംപ്രമൈസും ഇല്ല. എൻ്റെ മക്കൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഇനി അടുത്തത്, pressure of a mixture of non-reactive gases. Okay, for a mixture of non-reactive ideal gases, the total pressure gets contribution from each gas in the mixture. Thus, P is equal to 1/3 into yes N1 M1 V1 square. കാരണം പ്രഷറിന്റെ ഇക്വേഷൻ എന്തായിരുന്നടാ? 1/3 NM വി സ്ക്വയർ ബാർ ആയിരുന്നു അല്ലെ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓരോന്നിന്റെയും ഓരോ ഇൻഡിവിജ്വൽ മോളിക്യൂൾസിന്റെയും എന്തായിരിക്കും? കോൺട്രിബ്യൂഷൻ ആയിരിക്കും അല്ലെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. സോ ഇവിടെ എന്തായിരിക്കും? ഫസ്റ്റ് P1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/3 N1 M1 യെസ് നമ്മുടെ ഇതിന്റെ സ്ക്വയർ. ഓക്കെ അല്ലെ? ആൻഡ് അഗൈൻ P2 എന്ന് പറയുന്നത് ആൻഡ് ഇതിന്റെ എല്ലാത്തിനെയും സം ആയിരിക്കും എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ പ്രഷർ അല്ലെങ്കിൽ ഇതിന്റെ നമ്മുടെ ഗ്യാസ് മിക്സ്ചറിന്റെ ടോട്ടൽ
കണ്ടെയ്നറിലുള്ള ഗ്യാസിന്റെ അല്ലെങ്കിൽ ആ ടോട്ടൽ ഗ്യാസിന്റെ pressure എന്ന് പറയുന്നത്. In equilibrium, the average kinetic energy of the molecules of different gases will be equal. Okay, equilibriumത്തിലാണെന്നുണ്ടെങ്കിൽ കേട്ടോ, important ആണ്. equilibriumത്തിലാണെന്നുണ്ടെങ്കിൽ average kinetic energy of molecule of different gases will be equal. So half m1 v1 square bar which is equal to half m2 v2 square bar, and ആ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, സെയിം ആയിരിക്കും equilibriumത്തിലാണെങ്കിൽ average kinetic energy കേട്ടോ. So that again നമുക്ക് ഇതിനെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്ത് എഴുതുവാണ്. P is equal to n1 plus n2 plus etc എത്ര എണ്ണം ഉണ്ടോ, എത്ര പാർട്ടിക്കിൾസ് ഉണ്ടോ into kBT. ഇനി prove that average kinetic energy of molecule is proportional to the absolute temperature of the gas. ഇനിയും പറയണ്ടല്ലോടാ, നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. ഇനി അടുത്തത്, a flask contains argon and chlorine in the ratio 2:1 by mass. ഓക്കെ അല്ലേ? ആർഗന്റെയും ക്ലോറിന്റെയും മാസ് റേഷ്യോ ആണ് 2:1 എന്ന് പറയുന്നത്. The temperature of the mixture is 27 degree. Okay, 27 degrees Celsius. And obtain the ratio of average kinetic energy per molecule. Okay, and root mean square speed VRMS of the molecule of the two gases. Atomic mass of argon അതേപോലെ തന്നെ molecular mass of chlorine തന്നിട്ടുണ്ട് കേട്ടോ. So yes, let's see. First, the important point to remember is that the average kinetic energy of any ideal gas, okay, and that is always equal to 3/2 kBT. നമ്മൾ പഠിച്ചു അല്ലെ, kinetic energy, average kinetic energy ന്റെ വാല്യൂ എന്താണെന്ന് പഠിച്ചിരുന്നു? 3/2 kBT എന്ന് നമ്മൾ പഠിച്ചിരുന്നു. It depends only on temperature and it is independent of the nature of the gas. Since argon and chlorine both have same temperature in the flask, the ratio of average kinetic energy of the two gases is 1:1. കാരണം ഈ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരേ ഒരു ഫാക്ടർ എന്ത് മാത്രമേ ഉള്ളൂ? ടെമ്പറേച്ചർ മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ഈ ടെമ്പറേച്ചറിന്റെ റേഷ്യോ എടുത്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ കൈനറ്റിക് എനർജിയുടെ റേഷ്യോ, ഇപ്പം ഇതാണ് ആർഗന്റെ കൈനറ്റിക് എനർജി, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ക്ലോറിന്റെ കൈനറ്റിക് എനർജി എങ്കിൽ എന്ത് ചെയ്താൽ മതി? ടെമ്പറേച്ചർ ഓഫ് ആർഗൺ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ക്ലോറിൻ. ക്ലിയർ അല്ലേ? സോ ഈ റേഷ്യോ എടുത്താൽ എന്തായിരിക്കും? ഇത് രണ്ടും സെയിം അല്ലേ? സോ വി വിൽ ഗെറ്റ് 1. സോ ദാറ്റ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഈ ആർഗന്റെ കൈനറ്റിക് എനർജിയും അതുപോലെ തന്നെ ക്ലോറിന്റെ കൈനറ്റിക് എനർജിയുടെയും റേഷ്യോ എടുത്താൽ ദാറ്റ് വിൽ ബി 1:1. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ് കേട്ടോ. ഇനി നൗ ഹാഫ് m VRMS സ്ക്വയർ, ഓക്കെ അല്ലേ, ദാറ്റ് ഈസ് ആവറേജ് കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ വിൽ ബി ഈക്വൽ ടു 3/2 kBT, where m is the mass of the molecule of the gas. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം half into m into VRMS സ്ക്വയർ which is equal to 3/2 kBT. ഓക്കെ അല്ലടാ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേടാ, ഇവിടെ ആകെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചറിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ തന്നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? യെസ്, V square RMS ഡിവൈഡഡ് ബൈ, അത് ആർഗന്റെ ഫസ്റ്റ്, ആൻഡ് ഓഫ് കോഴ്സ് V square RMS ഓഫ് ക്ലോറിൻ. ഓക്കെ അല്ലേ? which is definitely ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം അതെ ഹാഫ് m V square അല്ലെ, VRMS സ്ക്വയർ. സോ ഹിയർ നമ്മൾ ഇതിന്റെ റേഷ്യോ ആണ് എടുക്കുന്നത്. സോ ഡെഫിനറ്റ്ലി m എന്ന് പറയുന്നത് ഇതിന് നേരെ താഴെ വരും. സോ m ഓഫ് ക്ലോറിൻ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ആർഗൺ. ഓക്കെ അല്ലേ? ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു മോളിക്കുലാർ മാസ് ഓഫ് ക്ലോറിൻ ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് ആർഗൺ. ഓക്കെ അല്ലടാ? ആൻഡ് ആ വാല്യൂ തന്നിട്ടുണ്ട്. മാസ് ഓഫ് മോളിക്കുലാർ മാസ് ഓഫ് ക്ലോറിന്റെ വാല്യൂ 70.9 ആണ്. ഡിവൈഡഡ് ബൈ ആർഗന്റെ തന്നിട്ടുള്ളത് എന്താണ്? 39.9 ആണ്. സോ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1.77. Okay, so where m denotes the molecular mass of the gas, so taking square root for both sides. Okay, കാരണം എന്താണ്? ഇവിടെയും സ്ക്വയർ ആണ്, ഇവിടെയും സ്ക്വയർ ആണ്. സോ വി നീഡ് ആ സ്ക്വയർ നമുക്ക് റിമൂവ് ചെയ്യണം. സോ ദാറ്റ് എന്ത് ചെയ്താൽ മതി? ഇതിന്റെ റൂട്ട് എടുത്താൽ മതി. സോ വി വിൽ ഗെറ്റ് ദ റിസൾട്ട് ആസ് 1.33. ആ റേഷ്യോ എന്ത് കിട്ടും? 1.33 എന്നുള്ളത് നമ്മുടെ റൂട്ട് മീൻ സ്ക്വയറിന്റെ റേഷ്യോ ആയിട്ടും കിട്ടും. ഇനി അടുത്തത് RMS velocity of a gas molecule. സോ നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ് എന്ന് പറയുന്നത് E by n which is equal to 3/2 kBT എന്നുള്ളത്. സോ ഇവിടെ നമുക്കറിയാം E എന്ന് പറഞ്ഞ എന്താണ്? E by n എന്ന് പറഞ്ഞ എന്താണ്? ആവറേജ് കൈനറ്റിക് എനർജി ആണ്. സോ ദാറ്റ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഹാഫ് m V square bar എന്ന് എഴുതാം. സോ വിച്ച് ഇസ് ഈക്വൽ ടു 3/2 kBT. അങ്ങനെയാണെങ്കിൽ ഈ m-നെയും ഈ ഒരു 2-നെയും നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അല്ലെ, ഇവിടെ നിന്ന് നമ്മൾ V bar സ്ക്വയറിന് മാത്രം ബാക്കി നിർത്തുവാണ്. സോ 3/2 kBT ഓൾറെഡി അവിടെ ഉണ്ട്. ഇനി ഈ 2 എന്തെയും മുകളിൽ വരും, ആൻഡ് m എന്ത് വരും? താഴത്തോട്ടും വരും. സോ 2 ഉം 2 ഉം ക്യാൻസൽ ആയി പോകും. സോ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 3 kBT ഡിവൈഡഡ് ബൈ m എന്ന് വരും. സോ ദ സ്ക്വയർ റൂട്ട് ഓഫ് V square bar is known as the root mean square speed, and it is denoted by VRMS, and that value is this. Clear ആയില്ലോടാ? Yes, അതും പഠിച്ചിരിക്കണം കേട്ടോ, RMS value. Next one.
The root mean square velocity of molecule of gas depends on temperature only. Okay, അത് നമ്മൾ പഠിച്ചു അല്ലേ? RMS എന്ന് പറയുന്ന വാല്യൂ അല്ലെങ്കിൽ VRMS എന്ന് പറയുന്നത് എന്തിനു മാത്രമേ ഡിപെൻഡ് ചെയ്യുന്നുള്ളൂ? ടെമ്പറേച്ചറിന് മാത്രമേ ഡിപെൻഡ് ചെയ്യുന്നുള്ളൂ. Find the temperature at which the RMS velocity of gas at 0 degree Celsius will be doubled. Okay. So, ഇവിടെ നോക്കിക്കട VRMS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ √3RT/m ആണ്. ഓക്കെ അല്ലടാ, ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. അടുത്തത് ഇവിടെ ഇങ്ങനെ 3RT വന്നത് ഇവിടെ KBT ആയിരുന്നല്ലേ? അപ്പൊ നമുക്കറിയാം KBTനെ ആറിന്റെ ടേംസിലോട്ട് ആക്കാൻ എന്ത് ചെയ്താൽ മതി? യെസ്, വി നോ ദാറ്റ് R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താടാ? ഇസ് അവഗാഡ്രോ നമ്പർ ഇൻറ്റു KB ആണ്. സോ ആ ഒരു മോഡിഫിക്കേഷൻ ആണ് കേട്ടോ. അപ്പം ഇവിടെ അവഗാഡ്രോ നമ്പർ വരുമ്പോൾ M ഇൻറ്റു അവഗാഡ്രോ നമ്പർ വരും. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് മോളിക്കുലാർ മാസ്. ഓക്കെ അല്ല? സോ അങ്ങനെയാണ് ഇത് ഇക്വേഷൻ. ഞാൻ ഒന്നും കൂടെ ഇവിടെ നിന്ന് എഴുതി കാണിച്ചു തരാം. കാരണം ഡിഫറെന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് നമുക്ക് വേണ്ടി വരും. പ്രോബ്ലംസ് അനുസരിച്ചിട്ട് മാറ്റം വരും. സോ KBNA which is equal to R ആണ്. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ KB ആണുള്ളത്. സോ R/NA സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ VRMS which is equal to √3 into KBക്ക് പകരം R/NA T. പിന്നെ ഓൾറെഡി ഇവിടെ ഒരു M കൂടി ഉണ്ട്. ആൻഡ് M into NA which is equal to എന്താടാ? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് നമ്മുടെ ആരായിരുന്നു? യെസ്, മോളിക്കുലാർ മാസ്. ആ ഇക്വേഷൻ ആണ് ഇവിടെ കിടക്കുന്നത് കേട്ടോ. സോ ഫ്രം ദിസ് ഇക്വേഷൻ ഇറ്റ് ഇസ് ക്ലിയർ ദാറ്റ് VRMS is proportional to √T ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ V2/V1 കണ്ടുപിടിക്കണമെങ്കിൽ √T2/T1 കണ്ടുപിടിച്ചാൽ മതി. ആൻഡ് ഇവിടെ കൃത്യമായിട്ട് നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? യെസ്, ഈ V2 എന്ന് പറയുന്നത് 2V1 ആണ് അല്ലടാ? സോ അങ്ങനെയാണെങ്കിൽ ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. സോ 2V1 divided by V1 which is equal to √T2/T1 ആണ്. ആൻഡ് V1 ക്യാൻസൽ ആയിപ്പോൾ എനിക്ക് കിട്ടി √T2 divided by T1 കിട്ടി. ഇനി T1ന്റെ വാല്യൂ 0 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഇൻ കെൽവിൻ എന്തായിട്ട് മാറും? 273 കെൽവിൻ ആയിട്ട് മാറും. സോ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ √T2ന്റെ വാല്യൂ കിട്ടും. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് സ്ക്വയർ ചെയ്ത് എന്ത് കിട്ടും? T2ന്റെ വാല്യൂ കിട്ടും. ഓക്കെ അല്ലടാ? സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു കേട്ടോ. സോ എന്താണ്, വളരെ സിമ്പിൾ ആണ്. ആകെ നമുക്ക് അറിയേണ്ട ഒരു ഇക്വേഷൻ VRMSന്റെ വാല്യൂ മാത്രമാണ്. അടുത്തതാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, അപ്പൊ എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്? ഒന്നുമില്ല, നമുക്ക് ഫ്രീഡം വേണം അല്ലെ? ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, നമുക്ക് തോന്നുന്നു നമുക്ക് പുറത്തു പോകാൻ പറ്റണം, നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റണം, അതിനൊന്നും ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ അല്ലേ? സിമ്പിൾ. സോ ഇവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോളിക്യൂളിന്, ഓക്കെ അല്ലെ, ഒരു മോളിക്യൂളിന് കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് അതിന്റെ പൊസിഷനും അതിന്റെ കോൺഫിഗറേഷനും പറയാനായിട്ട് മിനിമം എത്ര കോർഡിനേറ്റ്സ് വേണം? ഓക്കെ അല്ലെ? അതാണ് സിമ്പിൾ ആയിട്ട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന ഒരു പൊസിഷന്, ഓക്കെ അല്ലെ, നിങ്ങൾ എന്താണ്, ഓക്കെ, നിങ്ങൾ എന്താണെന്ന് അറിയാനായിട്ട് എത്ര ഡാറ്റ വേണം? എന്തൊക്കെ പറഞ്ഞാലാണ് മിനിമം ഇത്ര ഡാറ്റ കിട്ടിയാലാണ് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എക്സാക്ട്ലി ദ സെയിം ഒരു മോളിക്യൂളിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പൊസിഷൻ അതിന്റെ കോൺഫിഗറേഷൻ അറിയാനായിട്ട് ആവശ്യമായിട്ടുള്ള മിനിമം നമ്പർ ഓഫ് കോർഡിനേറ്റ്സിനെ പറയുന്ന പേരാണ് എന്ന് പറയുന്നത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ദ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേസ് ഇൻ വിച്ച് സിസ്റ്റം ക്യാൻ പോസസ് എനർജി ഇസ് കോൾഡ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. സോ ഇത് ഇൻ ടേംസ് ഓഫ് എനർജി നമുക്ക് ഡിഫൈൻ ചെയ്യാം. ആൻഡ് എ മോളിക്യൂൾ ഹാസ് 1 degree of freedom for motion in a line, 2 degrees of freedom for motion in a plane, 3 degrees of freedom for motion in a space. ഇത് നമുക്കറിയാലോ. അതായത് നമുക്ക് ഒരു സ്ട്രേറ്റ് ലൈനിൽ പോകുന്ന മോഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു കോർഡിനേറ്റ് മതി. സോ അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അറ്റ് ദ സെയിം ടൈം അതേപോലെ പ്ലെയിനിലാണെന്നുണ്ടെങ്കിലോ നമുക്ക് പറയാം എന്താണ്? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 2 കോർഡിനേറ്റ് വേണം. സോ ദാറ്റ് മീൻസ് 2. ഇനി സ്പേസിലാണെങ്കിലോ നമുക്ക് മിനിമം 3 കോർഡിനേറ്റ്സ് വേണം. സോ ദാറ്റ് വിൽ ബി 3. ക്ലിയർ അല്ലേ? ഇനി അടുത്താണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. സോ ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളോട് പറയട്ടെ. നമുക്ക് മോണോ ആറ്റോമിക് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഡയറ്റോമിക് ഉണ്ടായിരിക്കും. ആ ഡയറ്റോമിക്കിൽ തന്നെ ആരുണ്ട്? റിജിഡ് ഉണ്ട്, നോൺ റിജിഡ് ഉണ്ട്. ക്ലിയർ അല്ലടാ? യെസ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മോണോ ആറ്റോമിക് മോളിക്യൂൾസിനെ സംബന്ധിച്ചിടത്തോളം, അതായത് നമ്മുടെ ഹീലിയം, സോഡിയം പോലുള്ളതാണ്, അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് അതായത് 3 ആണ്. അതായത് മിനിമം 3 കോർഡിനേറ്റ്സ് എങ്കിലും ഉണ്ടെങ്കിലാണ് അവനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി റിജിഡ് ആണെന്നുണ്ടെങ്കിൽ 5 ആയിരിക്കും ആൻഡ് ഹിയർ ഇറ്റ് ഇസ് 7 ആയിരിക്കും. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ലേഷൻ ആണ്. ഓക്കെ അല്ലെ? റിജിഡ് ഡയാറ്റോമിക്കിലോട്ട് വരുമ്പോൾ റിജിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ 3 ട്രാൻസ്ലേഷനും അതേപോലെ തന്നെ 2 റൊട്ടേഷൻ ഉണ്ടായിരിക്കും. ആൻഡ് നോൺ റിജിഡ് ആണെന്നുണ്ടെങ്കിൽ അലോങ് വിത്ത് ദാറ്റ് ആരും കൂടെ ഉണ്ടായിരിക്കും? വൈബ്രേഷനും കൂടെ ഉണ്ടായിരിക്കും കേട്ടോ. യെസ്. നെക്സ്റ്റ് വൺ ഇസ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. ഓക്കെ, യെസ്. അപ്പൊ എന്താണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി സ്റ്റേറ്റ് ചെയ്യുന്നത്? ഒന്നുമില്ല, ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് എനർജി എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ആവുക? ഹാഫ് KBT. ഇനി വേറൊരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് 3/2 ആയിരിക്കും? ഇല്ല, ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് ഈക്വൽ ആയിട്ട് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്? 5 എണ്ണം ഉണ്ടെങ്കിൽ ആ 5 എണ്ണത്തിനും ഹാഫ് KBT വെച്ചിട്ടായിരിക്കും കിട്ടുന്നത്. ഗോട്ട് ഇറ്റ്?
So law of equipartition of energy states that in equilibrium, the total energy is equally distributed in all possible energy nodes, okay, with each mode having an average energy equal to half kBT. So each translation degrees of freedom contribute half kBT. Rotation ആണെങ്കിൽ half kBT. Vibration ആണെന്നുണ്ടെങ്കിലോ, yes, it will be 2 into half kBT. Okay അല്ലേ? So that is kBT as a vibrational mode has both kinetic and potential energy nodes. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, എന്താണ് ലോ എന്നുള്ളത് സ്റ്റേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. നോ റിയൽ ഗ്യാസ് ഇസ് ട്രൂലി ഐഡിയൽ. യെസ്, വി നോ ദാറ്റ്. When does a real gas approach ideal gas behavior? When temperature is high, pressure is low. Define the law of equipartition of energy. Law of equipartition energy പറയുന്നത് ഓരോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനും ഈക്വൽ ആയിട്ട് ടോട്ടൽ എനർജി ഈക്വൽ ആയിട്ട് ഓരോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനും എന്ത് ചെയ്യും, ഹാഫ് kBT വെച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. നെക്സ്റ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കേട്ടോ. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ്. സോ ഇവിടെ പറയുന്നത് എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു അല്ലെ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണ് നമ്മൾ പഠിച്ചിരുന്നു. സോ ഹിയർ നമുക്ക് CV ഉണ്ട്, CP ഉണ്ട് അല്ലെ, CV ഉണ്ട്, CP ഉണ്ട്. അപ്പം CV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താടാ CV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, CV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/n dQ/dt ആണ്. ഇത് നമുക്കറിയാലോ, അറിയാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ ചാപ്റ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി പഠിക്കാം കേട്ടോ. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ DQ ആണ് കണ്ടുപിടിക്കുന്നത്. DQ which is equal to CN CV dt വരും. അല്ലേടാ, സംശയമൊന്നുമില്ലല്ലോ. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ കാര്യം കേട്ടോ. ഇനി if n is equal to 1, എന്താ സംഭവിക്കുക? DQ will be equal to CV dt ആയിരിക്കും അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് വൺ. അപ്പൊ DQന്റെ വാല്യൂ കിട്ടി. അറ്റ് കോൺസ്റ്റന്റ് വോളിയം, വർക്ക് ഡൺ വിൽ ബി 0 അല്ലെ, വർക്ക് ഡൺ വിൽ ബി 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ചിട്ട് നമ്മുടെ ടോട്ടൽ എനർജി അല്ലെ, നമ്മുടെ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് എന്തായിട്ടാ വരിക? യെസ്, DQനോട് ഈക്വൽ ആവും. ഓക്കെ അല്ലെ, കാരണം DQ is equal to DU plus PdV ആണ്. And that value will be 0. So DU will be equal to DQ ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ CVക്ക് ഞാൻ എന്ത് കൊടുക്കുവാടാ? CVക്ക് ഞാൻ കൊടുക്കുവാണ് DU/dt. ഓക്കെ അല്ലേ? ഈ ഒരു ഇക്വേഷനിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തേ ഉള്ളൂ. N1 ആണ് ആൻഡ് കോൺസ്റ്റന്റ് വോളിയം ആണെന്നുണ്ടെങ്കിൽ കേട്ടോ, ഓക്കെ, കോൺസ്റ്റന്റ് വോളിയം ആണെന്നുണ്ടെങ്കിൽ this will be, കാരണം DQ which is equal to DU plus PdV ആണ്. So this value will be 0. So DQ is equal to DU. ഓക്കെ അല്ലേ? സോ CV is equal to എന്ത് കിട്ടിയടാ? DU/dt എന്ന് വന്നു. ഇനി അടുത്തത്, എങ്ങനെയാണ് നമുക്ക് ഈ എനർജി കണ്ടുപിടിക്കാൻ പറ്റുക? എനർജി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? യെസ്, നമുക്കറിയാം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്ര എണ്ണം ഉണ്ടോ അതേ ഇൻറ്റു ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് കിട്ടുന്ന എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് kBT ആണ്. സോ ഒരു മോണോ ആറ്റോമിക്കിനെ സംബന്ധിച്ചിടത്തോളം, സോ ദിസ് ഇസ് അബൌട്ട് മോണോ ആറ്റോമിക്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ ദിസ് വിൽ ബി 3/2 kBT. ഓക്കെ അല്ലെ? ഇന്റേണൽ എനർജി കിട്ടി, ദാറ്റ് ഇസ് 3/2 kBT. ഇനി ഞാൻ എന്ത് ചെയ്യുവാണ്? യെസ്, kBT അല്ലടാ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോർ 1 മോളിക്യൂൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഫോർ 1 മോൾ, ഓക്കെ, ഫോർ 1 മോൾ ആണെന്നുണ്ടെങ്കിൽ ഇന്റേണൽ എനർജി വിൽ ബി ഈക്വൽ ടു 3/2 NA kBT ആയിരിക്കും. ആൻഡ് NA into KB വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? R ആയിരിക്കും അല്ലെ? സോ 3/2 RT വരും. ഓക്കെ, അപ്പൊ നമുക്ക് U കിട്ടി. ഇനി അടുത്ത എന്താ വേണ്ടത്? CV കണ്ടുപിടിച്ചാൽ പോരെ. ദാറ്റ് ഇസ് D/dt ഓഫ് this value 3/2 RT. സോ അങ്ങനെയാണെങ്കിൽ 3/2 R ആയിരിക്കും നമുക്ക് CV വരുന്നത്. ഇനി CP minus CV which is equal to R ആണ്. സോ ഓൾറെഡി നമുക്ക് കിട്ടി CVന്റെ വാല്യൂ നമുക്ക് കിട്ടിയിരുന്നു. സോ CP which is equal to R plus CV എന്ന് പറഞ്ഞാൽ 3/2 R. സോ ദാറ്റ് വിൽ ബി 5/2 R വരും. ഓക്കെ അല്ലടാ? ഇനി ഗാമ എന്ന് പറഞ്ഞാൽ എന്താണ്? CP/CV അല്ലേ? സോ ഞാൻ എഴുതുവാണ് 5/2 R ഡിവൈഡഡ് ബൈ 3/2 R. R മാറും, ക്യാൻസൽ ആയി പോയി, 2 പോയി, എനിക്ക് കിട്ടി 5/3. ഓക്കെ അല്ലേ? സോ ദിസ് ഇസ് ദ കേസ് ഓഫ് മോണോ ആറ്റോമിക് കേട്ടോ. മോണോ ആറ്റോമിക്കിന്റെ കേസ് ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് വൺ. ഓക്കെ, സോ ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ. ഇനി അടുത്തത്, by using law of equipartition of energy, derive the value of ratio of specific heats of monoatomic gases. കണ്ടുപിടിച്ചു. A mixture of gas consists of 2 moles of oxygen. Okay, so 2 mole of oxygen ഉണ്ട്, 4 moles of argon ഉണ്ട് at the temperature 27 degrees Celsius. Find the total energy, internal energy ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് കേസ് നോക്കിക്കേടാ, ഓക്സിജനിൽ 2 മോളിക്യൂൾ അല്ലേ ഉള്ളത്. സോ ഓക്സിജന്റെ, ഓക്കെ അല്ലേ, ഓക്സിജന്റെ എന്താ പറയാ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഫ് kBT ഇൻറ്റു, ഓക്കെ സോറി ഹാഫ് kBT അല്ല,
നമുക്കറിയാം എന്താണ് 5/2 RT ആണ് അല്ലെ, കണ്ടുപിടിച്ചായിരുന്നു നമ്മൾ 5/2 RT ആണ് ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് 2. ഓക്കെ അല്ലേ? സോ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 5 RT എന്ന് വരും. ഇനി അടുത്തത് 4 മോളിക്കൂളുള്ള ആർഗൺ ഉണ്ട്, അതെങ്ങനെയാ വരിക? 4 ഇൻറ്റു 5/2 RT, സോറി 3/2 RT. ഓക്കെ അല്ലടാ? സോ ദിസ് വിൽ ബി 6 RT വരും. ഓക്കെ അല്ലേ? ഇനി ടോട്ടൽ കണ്ടുപിടിക്കാൻ എന്താണ്? 5 RT പ്ലസ് 6 RT. ഓക്കെ, സോ വി വിൽ ഗെറ്റ് ദി ആൻസർ ആസ് എത്രയാണ് വരിക? 11 RT എന്ന് വരും. Okay അല്ലേ? So this is simple. A mixture of gas consists of 2 moles of oxygen. Oxygen എന്ന് പറഞ്ഞാൽ എന്താണ്? Diatomic ആണ്. Okay അല്ലേ? So definitely നമ്മുടെ okay ഇത് നമ്മൾ അടുത്ത് പഠിച്ചിട്ടും കൂടെ പറയണമായിരുന്നു. Okay fine. Okay ഇനി അടുത്തത് ഇതിന്റെ okay നമുക്കിത് കഴിഞ്ഞിട്ട് പറയാം. നെക്സ്റ്റ് വൺ എന്താണ്? ഡയറ്റോമിക് കേട്ടോ, ഡയറ്റോമിക് ആണ്. ഡയറ്റോമിക്കിലും again നമ്മൾ എന്ത് ചെയ്യുവാണ്? ഫസ്റ്റ് ഓഫ് ഓൾ we know that CV is equal to 1/n dq/dt. If n is equal to 1, okay, CV will be equal to dq/dt. And ഇനി കോൺസ്റ്റന്റ് വോളിയം ആണെന്നുണ്ടെങ്കിൽ, okay, കോൺസ്റ്റന്റ് വോളിയം ആണെന്നുണ്ടെങ്കിൽ dq will be equal to du. We know that അല്ലടാ, നമുക്കറിയാലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ CV which is equal to du/dt. ഇനി u കണ്ടുപിടിക്കലാണ് ടാസ്ക്. സോ u നമുക്കറിയാം ഹാഫ് kBt അല്ലെ, ഹാഫ് kBt ഇൻറ്റു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. സോ ഡയറ്റോമിക് റിജിഡ് ആണ് കേട്ടോ, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിജിഡ് ആണ്. ഓക്കെ, റിജിഡ് ആണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സോ റിജിഡ് ആവുമ്പം ഹാഫ് kBt ഇൻറ്റു റിജിഡിന് 5 ആണ്, സോ 5/2 kBt വരും. ഇനി എന്ത് ചെയ്താൽ മതി? CV കണ്ടുപിടിക്കാൻ d/dt ഓഫ് 5/2 kBt. So ടിയും ടിയും ക്യാൻസൽ ആയി പോയി, we will get it as 5/2 kb. ടി ഇങ്ങനെ ക്യാൻസൽ ചെയ്യുന്നതാണല്ലോ, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. 5/2 kb. ഓക്കെ അല്ലടാ? 5/2 kb വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? യെസ്, നമ്മളൊരു കാര്യം ഇതിൽ സ്കിപ്പ് ചെയ്തു. എന്ത് കാര്യം സ്കിപ്പ് ചെയ്തത്? യെസ്, ദിസ് ഈസ് ഫോർ 1 molecule. അപ്പൊ 1 mole ആണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി 5/2 Na kBt. ഓക്കെ അല്ലേ? ആൻഡ് ദിസ് Na ഇൻറ്റു kb വിൽ ബി ഈക്വൽ ടു RT. ഓക്കെ അല്ലേ? സോ ഇവിടെ നമ്മൾ 6 കൊടുത്തു കേട്ടോ. സോ അങ്ങനെയാണെങ്കിൽ 5/2 RT വരും. ക്ലിയർ? യെസ്. ഇനി അടുത്തത് നോക്കിക്കേ. അപ്പൊ CV കിട്ടി. ഇനി CP മൈനസ് CV വിച്ച് ഇസ് ഈക്വൽ ടു R ആണ്. സോ CP വിൽ ബി ഈക്വൽ ടു R പ്ലസ് 5/2 RT. സോ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് എന്താടാ? യെസ്, നമ്മുടെ സോറി RT ഇല്ലല്ലോ, R വരെ അല്ലേ വരുള്ളൂ. ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ T പോകുമല്ലോ. സോ ദിസ് വിൽ ബി R and here R. So we will get 7/2 R എന്ന് വരും. ഇനി ഗാമ ആണെങ്കിലോ, ഗാമ എന്ന് പറഞ്ഞാൽ CP/CV ആണ്, and we will get it as 7/5. ഓക്കെ, ഇനി അടുത്തത് ഇതിന്റെ റിസൾട്ട് ആണ് കേട്ടോ. ഇനി അടുത്തത് ഇതിനെ തന്നെ നോൺ റിജിഡ്. നോൺ റിജിഡ് എങ്ങനെയാ വരിക? എഗെയിൻ എന്താണ്? യെസ്, നമ്മുടെ CV is equal to 1/n dq/dt. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1/n is equal to 1 ആണ്, ആൻഡ് കോൺസ്റ്റന്റ് വോളിയം ആണ്. Then we can write it as CV is equal to du/dt. U is equal to degrees of freedom. ഡയറ്റോമിക്കിനെ സംബന്ധിച്ചിടത്തോളം 7 ഉണ്ട്. 7 into 1/2 kBt. Okay, so this will be 7/2 kBt. And for 1 mole, this will be equal to 7/2 kb into NaT. So this will turn 7/2 RT. Okay, and then again we need to do du/dt അല്ലെങ്കിൽ d/dt of u. So for that CV അല്ലേ, so d/dt of 7/2 RT. This will come like 7/2 R. ഇനി നമുക്ക് നോക്കിയാൽ CP എന്ത് കിട്ടൂടാ? It will be 9/2 R എന്ന് വരും. ഇനി അടുത്ത കേസ് എന്താണ്? ഗാമ. Gamma will be 9/7. Okay. Yes. അടുത്തത് specific heat capacity of water ആണ്. We treat water like a solid. For each atom, average energy is 3 kBt. Water molecule has 3 atoms, 2 hydrogen and 1 oxygen. It has U is equal to 3 into 3 kBt into Na, that is equal to 9 RT. And C will be equal to delta Q divided by delta T, which is equal to delta U by delta T, which is equal to 9R. ഇത് ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ ഇസ് മീൻ ഫ്രീ പാത്ത് ആണ്. സോ മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യാനും അതിന്റെ ഒരു ഇക്വേഷനും മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, വേറെ ഒന്നും കാര്യമായിട്ട് ചോദിച്ചു കണ്ടിട്ടില്ല. മീൻ ഫ്രീ പാത്ത് ഓഫ് എ മോളിക്യൂൾ ഇൻ എ ഗ്യാസ് ഇസ് ദി ആവറേജ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി മോളിക്യൂൾ ബിറ്റ്വീൻ 2 സക്സസീവ് കൊളീഷൻസ്. ഓക്കെ അല്ല, അതായത് 2 മോളിക്യൂൾസ് തമ്മിൽ 2 സക്സസീവ് ആയിട്ട്, അതായത്
വന്ന് കൂട്ടിയിടിക്കുന്നു. ഓക്കെ അല്ലേ? വന്ന് കൂട്ടിയിടിക്കുന്നു. അപ്പം അതിന് വേണ്ടി എടുക്കുന്ന ആവറേജ് ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ ആവറേജ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. മീൻ ഫ്രീ പാത്ത് ഓഫ് എ മോളിക്യൂൾ ഇൻ എ ഗ്യാസ് ഇസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ മോളിക്യൂൾ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ്. അതായത് ഇത് ഇവനെ പോയി അടിച്ചു, അതിന് ശേഷം ഇവൻ എന്ത് ചെയ്യും? അടുത്ത തന്നെ പോയി അടിക്കും അല്ലെ? ഇവനടിച്ചു, ഇവിടെ ഇടിക്കാൻ പോയി. സോ ദിസ് മീൻസ് എന്താടാ? യെസ്, ഇത്രയും മീൻസ് ഒരു അതായത് ഒന്നുമില്ല, സിമ്പിൾ. ഇവിടെ ഒരു മോളിക്യൂൾ ഉണ്ട്, ഓക്കെ അല്ലേ? ഇവൻ ഇവിടെ ഇടിച്ചിട്ട് ഇവൻ എന്ത് ചെയ്യും? ഇവർ രണ്ടുപേരും ആ ഒരു എനർജി യൂസ് ചെയ്തിട്ട് അടുത്ത് തന്നെ പോയി ഇടിക്കും അല്ലെ? ദിസ് ഇസ് ആവറേജ് ഡിസ്റ്റൻസ്, ഓക്കെ അല്ലേ? സോ ദിസ് ആൻഡ് ദിസ് വന്ന് ഇടിച്ചു, ഓക്കെ അല്ലേ? ഇടിച്ചതിന് ശേഷം ഇവൻ എന്ത് ചെയ്തു? യെസ്, ഇങ്ങനെ വന്ന് ഇടിച്ച് അടുത്ത് തന്നെ പോയി ഇടിച്ചു. സോ ദിസ് ഇസ് ദ ആവറേജ് ഡിസ്റ്റൻസ്. ക്ലിയർ? അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നതാണ് 1/√2 n × πd². അതിൽ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ മോളിക്യൂളിന്റെ ഡയമീറ്റർ ആണ് കേട്ടോ. ഡയമീറ്റർ ആണ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? യെസ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വൺ മോർ ക്വസ്റ്റൻ ഇസ് ദർ, വാട്ട് യു മീൻ ബൈ മീൻ ഫ്രീ പാത്ത്? ഗിവ് ഇക്വേഷൻ ഫോർ ഫീൽഡ്. സിമ്പിൾ. സോ നിങ്ങൾക്ക് വീക്ക് ക്വിസ് ഈ ഒരു ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള വീക്ക് ക്വിസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ആ വീക്ക് ക്വിസിന്റെ ലിങ്ക് കിട്ടും. ജസ്റ്റ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് അത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്നാണ് അർത്ഥം. ആൻഡ് വൺസ് ഈ ഒരു ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഈസിയസ്റ്റ് ചാപ്റ്റർ ഇത് തന്നെയായിരിക്കും. പെട്ടെന്ന് നമുക്ക് കുറെ ഇക്വേഷൻസും ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിടുന്ന പോലത്തെ ഒരു ഫീൽ ഒക്കെ തോന്നിപ്പോവും. ബട്ട് ഡോണ്ട് വറി മക്കളെ, എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. ഓക്കെ, ഒരു 2-3 ടൈംസ് നിങ്ങൾ അത്യാവശ്യം റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത്യാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഏറ്റവും ഈസി ചാപ്റ്റർ ആയിരിക്കും. ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും നിങ്ങൾക്ക് പോസിബിലിറ്റീസ് ഉണ്ടായിരിക്കും കേട്ടോ. സോ അതിനോടൊപ്പം തന്നെ പറയാനുള്ളത്, ഈ ചാപ്റ്ററിന് നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക. ടെലഗ്രാമിൽ നിങ്ങൾക്ക് വേദാന്തും മലയാളം എന്ന് സെർച്ച് ചെയ്താലും കിട്ടും. ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. അല്ലെങ്കിൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താലും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ മക്കളെ, ഇനി ഒരു ഒറ്റ വാക്കേ പറയാനുള്ളൂ. സ്റ്റേ ട്യൂൺ ടു വേദാന്ത് മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ് ആൻഡ് അപ്ഡേറ്റ്സ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.